LDF കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റി കൺവീനർ M മധുവാണ് നമ്മോടൊപ്പം ചേരുന്നത്. കോൺഗ്രസ് ഭവന പദ്ധതി വീടുകൾ നിർമ്മിക്കാൻ പണമില്ലെന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. ഈ തറക്കല്ലിടൽ നാടകത്തെ കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? പണമില്ലാത്തവർ എന്തിനാണ് തറക്കല്ലിട്ടത് എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്നിട്ടാണ് കോൺഗ്രസ് വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. ഇന്നാണ് KPCCയുടെ പ്രസിഡന്റ് ആകെ പിരിച്ച പണത്തെ സംബന്ധിച്ച് കണക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കണക്ക് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. 5 കോടി രൂപ ആകെ ലഭിച്ചു എന്നാണ് പറയുന്നത്. അത് ആപ്പ് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കഴിച്ച് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണമാണ് ഉപയോഗിച്ചത്, ബാക്കി കടമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബാധ്യതയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പണമില്ലെന്നറിഞ്ഞിട്ടും എന്തിനാണ് കോൺഗ്രസ് ഈ തറക്കല്ലിടൽ നാടകം നടത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചൂരൽമല ദുരന്തബാധിത ശ്രുതിയുടെ വീട് നിർമ്മാണത്തെ പറ്റിയുള്ള വിവാദത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ശ്രുതിയുടെ വീട് നിർമ്മാണം നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായതിനു ശേഷം കൽപ്പറ്റയിലെ MLA ഒരു യൂട്യൂബ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രുതിക്ക് വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. വീട് നിർമ്മാണം ആരംഭിച്ചു. അന്ന് ഈ വീട് സ്പോൺസർ ചെയ്തവരെ അടക്കം നിർത്തിക്കൊണ്ട് കൽപ്പറ്റയുടെ MLA അന്ന് പറഞ്ഞത് 120 ദിവസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിച്ച് ശ്രുതിക്ക് താമസിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് MLA ആണ്. എന്നാൽ 120 ദിവസം കഴിഞ്ഞു, നിരവധി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ശ്രുതിയുടെ വീട് നിർമ്മാണം പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ശ്രുതി ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അപേക്ഷ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ അപേക്ഷ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വീട് നിർമ്മിക്കാൻ കഴിയാത്തത്, ഇത് പൂർത്തിയാക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ നിശ്ചയിച്ച പണം വാങ്ങി ശ്രുതി പുതിയ വീട്ടിലേക്ക് പോയപ്പോൾ ആ വീട് പണി തീരാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരിച്ച് വീണ്ടും ടൗൺഷിപ്പിൽ വീട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കലക്ടർക്ക് ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുത്തായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്? ഇതിന് കൃത്യമായ മറുപടി കൽപ്പറ്റയുടെ നേരത്തെ MLA UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സിദ്ദിഖ് പറയണം. അന്ന് നേരത്തെ സിദ്ദിഖ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ വീട് നിർമ്മാണത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുന്ന സമയത്തൊക്കെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വളരെ നല്ല വീട് പ്ലാൻ അടക്കം കാണിച്ചുകൊണ്ടാണ് പത്രക്കാരോട് പറഞ്ഞത്. സിദ്ദിഖിന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ ആ ഏജൻസിയെ കൊണ്ടുവന്ന് വീട് നിർമ്മിക്കുന്നത് പോലെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തുകൊണ്ട് ശ്രുതിയുടെ വീട് നിർമ്മാണം പാതി വഴിയിലായി? എന്തുകൊണ്ട് വീട് പ്രതീക്ഷ ശ്രുതി ഇപ്പോൾ വീണ്ടും ടൗൺഷിപ്പിൽ വീട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ കൊടുത്തു എന്നത് സംബന്ധിച്ച് ഈ T സിദ്ദിഖ് വ്യക്തമായ മറുപടി പറയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.